റാപ്പിഡ് ആയിട്ടുള്ള ബ്രീത്തിങ് ആണ് ഇവർ ഉദ്ദേശിച്ചത്. ഇതിപ്പം ഞാൻ വളരെ സ്ലോ വേർഷനാണ് ഇപ്പൊ കാണിച്ചത്. ഇതിന്റെ ഒരു ഭയങ്കര സ്ട്രെങ്തിൽ ചെയ്യുന്ന വേറൊരു വേർഷൻ ഉണ്ട്. ഇപ്പം ഇതിൽ ഭയങ്കര യങ്സ്റ്റേഴ്സ് ആയിട്ടൊക്കെയുള്ള ഒരു 28, 30 വയസ്സ്, 35 വയസ്സൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത്ര സ്ലോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാവരെയും ഒരു വലിയൊരു ക്ലാസ്സിൽ നമ്മൾ എടുക്കുമ്പോൾ എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പം കുറച്ചൊരു യങ് ആയിട്ടുള്ള ആൾക്കാർ, ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് തീർച്ചയായും ഫോഴ്സിൽ ഇത് ചെയ്യാം. പവർ യോഗയിൽ വരുന്ന ഒരു പവർ യോഗ എന്ന് പറഞ്ഞിട്ടൊരു യോഗയിൽ തന്നെ വരുന്നതാണ്. അപ്പം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാനുള്ളത് ഞാനിപ്പോ ഒന്ന് കാണിക്കാം. അപ്പം അതേപോലെ യങ്സ്റ്റേഴ്സ് ചെയ്താൽ മതി. ശ്വാസം എടുക്കാം, ശ്വാസം വിടാം, ഇത് സ്പീഡിൽ ചെയ്യണം. അതേപോലെ നമുക്കൊരു പവർ സ്ട്രെച്ച് എന്ന് പറയും. പവർ ആയിട്ട് സ്ട്രെച്ച് ചെയ്യാം. സ്കിന്നിലെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും. സ്കിന്ന് പെട്ടെന്ന് ഗ്ലോയിങ് ആയിട്ട് വരും, കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നുണ്ട്. സോ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ കപാൽഭാതി ആയിക്കോട്ടെ, ഭസ്ത്രിക ആയിക്കോട്ടെ, ഒരു 40 വയസ്സ് വരെ 45 വയസ്സ് വരെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ചെറുങ്ങനെ ചെയ്താൽ പോരാ, ചെറിയ രീതിയിൽ ചെയ്യണം. പക്ഷെ കുറച്ചും കൂടെ ഫോഴ്സിൽ ചെയ്താൽ നിങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഫേസ് ഗ്ലോ ചെയ്യാനൊക്കെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. അങ്ങനെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കുറച്ചൊരു ഏജ് ആയിട്ടുള്ള ആൾക്കാർ, വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും കുറച്ചൊരു സ്ലോയില് സമയമെടുത്ത് ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് പതിയെ ചെയ്താൽ മതി. അപ്പം എല്ലാ കാറ്റഗറീസിലുള്ള ആൾക്കാരും ഉള്ളത് കൊണ്ടാണ് ഈ ഒരു തരത്തിൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് ഓക്സിജൻ ഇൻടേക്ക് തന്നെയാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. നമുക്ക് കോവിഡ് ഒക്കെ വന്ന സമയത്ത് ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഓക്സിജന്റെ അളവ് കൂട്ടി വെക്കുന്നത് നല്ലതാണ്. അപ്പം കുറച്ചൊരു 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഇത് ചെയ്യുകയാണെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള ഓക്സിജന്റെ അളവ് കൂടും. അവർ ഫോഴ്സിൽ ചെയ്യാനായിട്ട് നിൽക്കരുത്, പതിയെ ചെയ്താൽ മതി. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഡബിൾ എഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ റെസ്പിറേറ്ററി കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. ആസ്മയുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതും ഒരു ശുദ്ധീകരണ ക്രിയയാണ്. കപാൽഭാതി പോലെ നമ്മുടെ ഷഡ് കർമ്മങ്ങളിൽ പെടുന്നില്ലെങ്കിൽ പോലും, ഷഡ് ക്രിയകളിൽ പെടുന്നില്ലെങ്കിൽ പോലും ഇതും ഒരു ഡിറ്റോക്സിഫിക്കേഷൻ ആണ്. ശോധന ഉണ്ടാക്കുന്ന, നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഒരു ക്രിയ തന്നെയാണ്. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് പവർ, അതുപോലെ മെന്റൽ ക്ലാരിറ്റി എന്നൊക്കെ പറയും. പിന്നെ കുറെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, ചിന്തകളെ തീരെ നിയന്ത്രിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചില സമയങ്ങൾ ഉണ്ടാവും ലൈഫിൽ ഭയങ്കര കൂടുതലായിട്ട് പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എഫക്റ്റ് ഉണ്ടാവും. ക്വിക്ക് റിസൾട്ട് ആണ്, പെട്ടെന്ന് ചെയ്യാം. ഇപ്പൊ ഭയങ്കരമായിട്ടൊരു ദേഷ്യം വന്നു, ഒരാളുടെ അടുത്ത് ഭയങ്കരമായ ദേഷ്യം വന്നു, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഓടി വരിക, വേറെ ഒന്നും ചെയ്യണ്ട, കൈകൾ ഉയർത്താ, കൈകൾ താഴ്ത്താ. നമുക്കുള്ള എല്ലാ ഒരു പുറത്ത് കാണിക്കാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും ഈ ഒരു തരത്തിൽ അങ്ങ് ചെയ്ത്, ഇപ്പൊ പുതിയൊരു കർമ്മയൊന്നും നമ്മൾ ക്രിയേറ്റും ചെയ്യുന്നില്ല, നമ്മളത് ചെയ്ത് വിട്ടു. അപ്പം ഈ ഒരു പ്രാണായാമം നിങ്ങൾക്ക് ലൈഫിൽ കൂടുതൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം ഇന്നത്തെ അത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിലാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് ത്രാടക പ്രാണായാമത്തിനെ പറ്റി. ത്രാടക എന്ന് വെച്ചാൽ ഇതിൽ സിമ്പിൾ കാണിച്ചിരിക്കുന്നത്, എൻ്റെ ഒരു സംരംഭമാണ്. ഇപ്പം തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പം അതിൻ്റെ ത്രാടക എന്ന് ഞാൻ പേരിട്ടതിന്റെ കാരണം തന്നെ ദ മോസ്റ്റ് പവർഫുൾ പ്രാണായാമം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേര് എൻ്റെ സംരംഭത്തിന് ഇട്ടത്. നമ്മളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും മാറ്റാനായിട്ട് മെഡിറ്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇന്റർനാഷണൽ ഹോളിസ്റ്റിക് അക്കാഡമി UAE ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് അവിടുത്തെ എനിക്ക് ഭയങ്കര നല്ല ചലഞ്ചായിരുന്നു. കാരണം എല്ലാവരും മുസ്ലിം ആയിട്ടുള്ള ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു റിലീജിയസിനെ പറയല്ല, അവർക്ക് ക്ലാസ് എടുക്കാന്ന് വെച്ച് അവർ പിന്നെ പ്രാക്ടീസ് ചെയ്യണം. ആ ഒരു തരത്തിൽ എനിക്കൊരു ചലഞ്ച് ആയിട്ട് തന്നതായിരുന്നു. പക്ഷെ അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തും ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് തന്നതും ഈ ഒരു പ്രാണായാമം ചെയ്തിട്ട് അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ്. അപ്പൊ അടുത്ത ആഴ്ച നമ്മൾ പഠിപ്പിക്കാനായിട്ട് പോകുന്നതും ത്രാടക പ്രാണായാമമാണ്. വളരെ ആദ്യമായിട്ട് ഇത് ചെയ്യുന്ന
ആദ്യമായിട്ട് ധ്യാനം ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെ ധ്യാനത്തിലേക്ക് വരാം, എങ്ങനെ കോൺസെൻട്രേഷനോടെ ധ്യാനത്തിലിരിക്കാം. ചിലർക്ക് എത്ര ശ്രമിച്ചാലും ധ്യാനം ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ എങ്ങനെ ധ്യാനത്തിന്റെ ബേസിക് ആയിട്ട് വെരി ബിഗിനേഴ്സ്, ആദ്യത്തെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ ധ്യാനം പഠിപ്പിക്കുക എന്നുള്ള കാര്യം നമ്മൾ അടുത്ത ആഴ്ച പറയുന്നതായിരിക്കും. ആ ഒരു കാര്യം കൂടെ ഈ ഒരാഴ്ച പറയാം. ഇന്നത്തെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. കാരണം ഞാൻ കൂടുതലും ഈ ക്ലാസ് ഞാൻ ഇതുവരെ മലയാളത്തിൽ എടുത്തിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലാവാത്ത പോർഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാത്തതുണ്ടെങ്കിൽ പറയാം. മാം, ഈ കപാൽപാതി അത് നമുക്ക് അസിഡിറ്റി ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒന്നുകൂടെ പറഞ്ഞ. കപാൽപാതി അസിഡിറ്റി ഉള്ളവർക്കേ, അസിഡിറ്റി അസിഡിറ്റി കൂടുതലുള്ള ഈ തേക്ക് പുറത്തേക്ക് വരുന്ന അങ്ങനത്തെ തരത്തിലുണ്ടോ? വായിലൊരു പുളിപ്പ് അനുഭവപ്പെടുന്ന? ഇല്ല, പക്ഷെ എപ്പോഴും വയറ് നല്ല ഇങ്ങനെ ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ചു കഴിയുമ്പോ ഇങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ വേമ്പൊക്കെ അങ്ങനെ പോകും. പിന്നെ വയറിങ്ങനെ വീർത്തിരിക്കണ പോലത്തെ ഒരു അവസ്ഥയൊക്കെ തോന്നാറുണ്ട്. അസിഡിറ്റി ഉള്ളവർക്ക് ഇത് ചെയ്യാനായിട്ട് പാടില്ല, ഒന്നാമത്തെ കാര്യം. പക്ഷെ മൈൽഡ് ആയിട്ടുള്ള അസിഡിറ്റി ഒക്കെ ഉള്ളവരാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കണം എങ്ങനെയുണ്ട് നിങ്ങൾക്ക്. അത് ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ്. ഓരോരുത്തർക്ക് മാറ്റങ്ങൾ ചിലപ്പം വരാനായിട്ടുള്ള ചാൻസ്. നിങ്ങൾ ചെയ്ത് നോക്കുക, പക്ഷെ ഫോഴ്സിൽ ചെയ്യണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫോഴ്സ് കുറച്ചിട്ട് ചെയ്യാം. അപ്പം ഓവർ ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഗ്യാസ് അടിഞ്ഞു കൂടിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ, ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ഇത് ചെയ്താൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ കൂടുതൽ ഛർദിക്കൊക്കെ, അത് നമ്മളെ തേക്കി വരിക എന്നൊക്കെ പറയില്ലേ, വായിൽ പുളിച്ച രസം വരിക, അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഛർദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ചെയ്യരുത് എന്ന് പറയുന്നത്. അല്ലാത്തവർക്കൊക്കെ ചെയ്യാം, ചെറിയ അസിഡിറ്റി ഉള്ളവർക്കൊക്കെ ചെയ്യാം. താങ്ക് യു മാം. ഹരികുമാർ സർ പറയും. മേഡം, സർ കേൾക്കുന്നില്ലല്ലോ, മ്യൂട്ടാണ്. ഹലോ. സർ പറയും. ഹലോ, ഈ സൈനസൈറ്റിക്സ് സർജറി കഴിഞ്ഞവർക്ക് അത് ചെയ്യാൻ പാടോ? സർജറി കഴിഞ്ഞിട്ട് എത്ര കാലായി? ഇപ്പൊ ഒരു 4 months ആയി. 4 months ചെയ്യണ്ട, 6 months കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാം. ഓക്കെ 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 താങ്ക് യു സോ മച്ച് മാഡം. മാഡം ഹലോ. പറയാം അഭിജിത്ത്. ഹലോ. പറയാം അഭിജിത്ത്. മാഡം, ഈ സെർവിക്കൽ ഇഷ്യൂസ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ? സെർവിക്കൽ സ്റ്റെനോസിസ്. അല്ല, ഇരിക്കാനായിട്ട് ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, കഴുത്തിനാണ് ചെറിയ. അതെ, കഴുത്തിന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കില്ലേ, അപ്പൊ ബുദ്ധിമുട്ടുണ്ടോ? വേദന വരുന്നുണ്ടോ? ചില നേരത്ത് വരാറുണ്ട്. ചില നേരത്ത് യോഗയോ എന്തെങ്കിലും സ്ഥിരമായി ചെയ്യുന്നുണ്ടോ? ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും ചെയ്യാറില്ല? കുറച്ചു നേരം ഇരിക്കുമ്പോൾ ഒരു സ്ട്രെയിൻ അനുഭവപ്പെടാറുണ്ട്, അതാണ് ഒരു സംശയം. ഒരു സ്കാനിങ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഏതിലാണ് വരുന്നത്? ലെഫ്റ്റ് സൈഡ് സെർവിക്കില്ല, അതാണ് വരുന്നത്. ഓക്കെ. ഇത് സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ കഴുത്തിന്റെ ഭാഗത്തല്ല സ്ട്രെയിൻ വരുന്നത്. നമുക്ക് ചെയ്ത് സന്തത പ്രാണായാമം നിങ്ങൾക്ക് ചെയ്യാം. മറ്റത് രണ്ടും ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യും. അതിന്റെ എത്ര കാലമായി തുടങ്ങിയിട്ട്, അതുപോലെ തന്നെ ഏത് വേർട്ടിബ്രയിലാണ് നിങ്ങൾക്ക് പ്രശ്നമുള്ളത്, അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്താലേ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റത് ചെയ്യാനായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് ചെയ്യാനായിട്ട് പോകണ്ട, സന്തത പ്രാണായാമം മാത്രം ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ഹലോ മാഡം. പറയും. സർജറി കഴിഞ്ഞിട്ട് എത്ര മാസം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ? വസ്ത്രീ അതേപോലെ